അന്തരീക്ഷത്തിൽ ആകാശത്ത് നെറികെട്ട രാജ്യത്തിന്റെ നെറ്റിയിൽ ആഘാതം എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് जितनी लाइटें हैं उनको ऑफ करें। अगर कोई इन्वर्टर की लाइट ऑन है उसको भी ऑफ रखेंगे, बैटरी की लाइट है उसको भी ऑफ रखेंगे। गाड़ियां जो उस वक्त रोड पे चलेंगी वो वहीं पे रुक जाएंगी और अपनी लाइट्स ऑफ कर देंगी। घबराने की बिल्कुल भी जरूरत नहीं है, ये सिर्फ एक मॉक ड्रिल है। जितने भी रिलीजियस इदारे हैं, मंदिर हैं, मस्जिद हैं, वो भी अपनी अपनी लाइट्स। आप सभी से अनुरोध है कि आप अपने अपने घरों में जितनी लाइटें हैं उनको ऑफ करें। अगर कोई इन्वर्टर की लाइट ऑन है उसको भी ऑफ रखेंगे, बैटरी की लाइट है उसको भी ऑफ रखेंगे। गाड़ियां जो रोड पे चलेंगी ഇപ്പോൾ കടന്നുപോയത്. പക്ഷേ സ്ഥിതി അതല്ല. ജമ്മുവിൽ അപായ സൈറൻ മുഴങ്ങിയിരുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ശ്രീനഗറിലുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ. പൂഞ്ചിൽ ഹെവി ആർട്ടിലറി എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. ആർട്ടിലറി ആക്രമണങ്ങളുണ്ട്. ഉറിയിലും ബരാമുളയിലും ഒക്കെ ബ്ലാക്ക് ഔട്ടാണ് നടക്കുന്നത്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ, അത് പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ഫിറോസ്പൂർ ജില്ലയിൽ നടക്കുന്നത്, അവിടെ ബ്ലാക്ക് ഔട്ടാണ്. ജയ്സാൽമീറിൽ സ്ഫോടനം ശബ്ദം കേട്ടിരിക്കുന്നു. ആർട്ടിലറി ഷെല്ലിംഗ് ഉണ്ടായതായി വരുന്നു. ഈ തരത്തിലാണ് അവിടെ നടക്കുന്നത്. അതായത് ഓരോ മിനിറ്റിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇതിനെല്ലാം നിർവീര്യമാക്കുകയാണ് പാക് സേനയുടെ ഈ ആക്രമണങ്ങളെ നിർവീര്യമാക്കിയാണ് ഇന്ത്യൻ സൈന്യം. കൃത്യമായൊരു പാഠം കൊടുക്കുന്നു. ശ്രീനഗറും ലക്ഷ്യമിട്ട് പാക് ഡ്രോണുകൾ വരുന്നു. ജമ്മുവാണ് ആദ്യം ലക്ഷ്യമിട്ടത്. ജമ്മുവിന്റെ എയർബേസ് നോക്കി ആക്രമണം ഉണ്ടായി. അതിനുശേഷം ജമ്മുവിന്റെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഡ്രോണുകളെ അയച്ചു, മിസൈലുകളെ അയച്ചു. അതെല്ലാം നിർവീര്യമാക്കാൻ പാകിസ്ഥാനിക്ക് കഴിഞ്ഞു. ജമ്മു കാശ്മീരിൽ, രാജസ്ഥാനിൽ, പഞ്ചാബിൽ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ആകാശ യുദ്ധം അത് തന്നെയാണ് നടക്കുന്നത്. രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ട് മണിക്കൂറുകളാകുന്നേ ഉള്ളൂ. കഴിഞ്ഞു ഇന്ത്യയുടെ സീറോ ടോളറൻസ് പോളിസി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പോലും പാകിസ്ഥാൻ കാണിക്കുന്ന നെറികെട്ട ആക്രമണം, നെറികെട്ട യുദ്ധ രീതിയാണ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്ക് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നെറികെട്ട യുദ്ധ രീതി കാണിക്കുകയാണ്. അത് മിലിറ്ററി കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യ നടത്തുന്നത് പോലെയുള്ള ഭീകര കേന്ദ്രങ്ങളോ, ഇന്ത്യയിൽ അങ്ങനെ ഒരു ഭീകര കേന്ദ്രമില്ല. പിന്നെ പാകിസ്ഥാൻ എവിടെയാണ് ആക്രമണം നടത്താൻ കഴിയുക? സാധാരണക്കാരുടെ തലയ്ക്ക് മുകളിലൂടെ ഡ്രോണുകൾ പായിക്കുകയാണ്. അതെല്ലാം കൃത്യമായി നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ സുദർശന ചക്രത്തിന് കഴിയുന്നത് കൊണ്ട് ഇതുവരെ ആളപായം ഉണ്ടായിട്ടില്ല. ആശങ്കപ്പെടുത്തുന്നു ഈ രാജ്യത്തെ. അത് ഇനി എത്ര സമയത്തേക്ക് സഹിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. മനു, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എങ്ങനെ? ജയ്സാൽമീറിലെ സ്ഫോടനം കഴിഞ്ഞു. പൂഞ്ചിൽ നിന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഈ നിയന്ത്രണ രേഖ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളെല്ലാം എല്ലാ കരാറുകളെയും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു പാകിസ്ഥാൻ എന്നുള്ള വിവരം തന്നെയല്ലേ വരുന്നത്? യെസ് അപർണ, വിമാനങ്ങൾ പാക് ജെറ്റ് വിമാനങ്ങളാണ് രാത്രി ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന. അറീന എയർബേസിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അത് ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ. എയർബേസിലേക്ക് ആക്രമണത്തുന്ന ജെറ്റ് വിമാനങ്ങൾ പാകിസ്ഥാൻ ഉയർന്നു പോകുന്ന നിമിഷം തന്നെ ഇവിടെ നിന്ന് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജയ്സാൽമീറിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിനുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അറീന മിലിറ്ററി ബേസിലേക്ക് വന്ന ആക്രമണം, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. ഏതായാലും ടോട്ടൽ ബ്ലാക്ക് ഔട്ടാണ് ജയ്സാൽമീറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജസ്ഥാന്റെയും പഞ്ചാബിലേക്കും ആക്രമണങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിരോധമാണ് നടക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത, ശ്രീനഗർ എയർപോർട്ട് ഹൈ അലർട്ടിലാണ് എന്ന്. എയർ ഡിഫൻസ് ബാറ്ററികളൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്റലിജൻസ് പറയുന്നത് വാണിങ്ങൾ ഡ്രോൺ ഇത് ശ്രീനഗർ എയർപോർട്ട് കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നു. ജമ്മുവിലും ശ്രീനഗറിലും തുടരുന്നു എന്നുകൂടിയാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് ഈ F-16, F-17 2 വിമാനങ്ങൾ, അങ്ങനെ ടോട്ടൽ 3 വിമാനങ്ങൾ ഇന്ത്യ തകർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി വരുന്നത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ അത് അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിമാനങ്ങൾ ഇത്തരത്തിൽ ഇതിനെ തീർക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. ജയ്സാൽമറിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവിടെ
എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ പല ഭാഗങ്ങളിലായി ഫയറിംഗ് നടക്കുന്നു, ഒപ്പം തന്നെ ഷെല്ലാക്രമണങ്ങൾ നടക്കുന്നു. 50ഓളം ഡ്രോൺ ആക്രമണങ്ങളാണ് പലയിടങ്ങളിലായി നടന്നത്. ഇതെല്ലാം നിർവീര്യമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 8 മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. അതിൽ ഉപയോഗിച്ച F-16 വിമാനം, JF-17 വിമാനങ്ങൾ, ഇങ്ങനെ 3 വിമാനങ്ങൾ അത് തകർക്കാൻ സാധിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ആകാശ യുദ്ധത്തെ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഈ മേഖലകളിലേക്ക് പറന്നുയരുകയാണ്. അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു. എന്തായാലും 2 JF-17 വിമാനങ്ങൾ തകർത്തു, ഒരു F-16 വിമാനവും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിയന്ത്രണ രേഖയ്ക്ക് അവിടെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ കനത്ത ഷെല്ലാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപർണ, ഇപ്പോൾ ജമ്മുവിലെ